മിഴികളുള്ള, തന്റെ കവിളത്തെ നുണക്കൊടികൊണ്ടും തന്റെ കവിളത്തെ മറുകൊണ്ടും മലയാളിയുടെ മനസ്സിന് തേടിയ നിന്റെ മേനകെവിടെ? നിന്റെ മേനകെവിടെ? എവിടെ പോയി പെണ്ണേ? ഇവിടെ നിന്ന് വെളിപ്പാടകലെ കേരളത്തിന്റെ ചാലക്കുടി ടൗണിലെ ഓട്ടോറിക്ഷക്കാരനായി ജീവിച്ചു അവസാനം പാവപ്പെട്ട മനുഷ്യന്റെ മനസ്സിന്റെ നിഷ്കളങ്കതയുടെ സ്ഥാനം നേടിയ മരിച്ചുപോയ കലാഭവമണിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ ദുരൂഹതകൾ പറയുമ്പോഴും ചാലക്കുടിക്കാരുടെ പ്രിയപ്പെട്ടവനായിരുന്ന ഇന്ന് ഞാൻ വാതിന് വരുമ്പോ ദേശീയപാതയിൽ എത്ര വ്യക്തികളാ കലാഭവൻ മണിക്ക് വേണ്ടി. എന്നാലും എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കലാഭവമണിയെ പലരും ആദരിക്കുമ്പോഴും അദ്ദേഹത്തിന് വേണ്ടി ആദരസൂചകമായി ഫ്ലക്സ് വെക്കുമ്പോഴും മരിച്ചുപോയ കലാഭവമണിയുടെ മൃതദേഹവും വഹിച്ചുകൊണ്ട് ചാലക്കുടിയാറിന്റെ പുരത്തേക്കുള്ള വീട്ടിലേക്ക് വരുമ്പോ കലാഭവമണിയുടെ തിരുശരീരം കാണാൻ മലയാളത്തിന്റെ സെലിബ്രിറ്റികളായ സിനിമാ നടന്മാർ വന്നപ്പോ ആ സിനിമാ നടന്മാരുടെ കൂടെ നിന്ന് സെൽഫി എടുക്കാൻ മരണത്തിന്റെ വിലാപയാത്രയിൽ കണ്ണീരണിഞ്ഞവര് ശ്രമിച്ചപ്പോ കലാഭവമണിയുടെ ശരീരം പോലും തറയിലേക്ക് വീഴേണ്ടി വന്നില്ലേ. അവസാനം തന്റെ ചാലക്കുടിയാറിന്റെ തീരത്തുള്ള വീട്ടിന്റെ മുന്നിൽ വെച്ച പട്ടടയിലേക്ക് ചിതയിലേക്ക് ആ മനുഷ്യൻ എരിഞ്ഞിറങ്ങുമ്പോ വിറക് കൂമ്പാരത്തിന്റെ മുകളിലേക്ക് ആ ശരീരം വെച്ച് അതിലേക്ക് തീയായി പിടിച്ച് ചിതക്ക് തീ കൊളുത്തിയപ്പോ ആ തീക്കുണ്ടത്തിലിരുന്നിട്ട് കലാഭവമണിയുടെ നെഞ്ചിൻ കൂടി പൊട്ടിത്തെറിക്കുമ്പോ തലച്ചോറ് ചിതറിത്തെറിക്കുമ്പോ ആ തീനാളത്തിന് അടുത്തിരുന്നിട്ട് പോലും സെൽഫി എടുക്കാനുള്ള തിരക്കായിരുന്നെങ്കില് ആരായിവര് ചുരുക്കം ചില ആളുകൾ മാത്രം അദ്ദേഹത്തെ ഓർത്ത് പൊട്ടിക്കരയുമ്പോ തീജ്വാലയുടെ അടുത്തിരുന്ന് സെൽഫി എടുക്കാൻ പോലും തീരുമാനിക്കുമ്പോ ഇവരായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കിയത്, ഇവരായിരുന്നു ഇദ്ദേഹത്തിന് വേണ്ടി സിന്ദാബാദ് വിളിച്ചത്, അവരായിരുന്നു അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ സഹോദരാ, ആ സമയത്തും പൊട്ടിക്കരയാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരല്ലാതെ മറ്റൊരാളില്ലാത്ത സമയത്ത് നമ്മുടെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം വെറും വ്യക്തമാണെന്നറിയാ, നമ്മുടെ ചുറ്റുഭാഗത്തുള്ളതെല്ലാം വെറും വ്യക്തമാണെന്നറിയാൻ ബന്ധങ്ങൾ ബന്ധുരം തന്നെയാണെങ്കിലും ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നയം വ്യർത്ഥങ്ങൾ ജീവിത ബന്ധങ്ങളൂടിയോ അർത്ഥം ഗ്രഹിക്കുവാണ് കാലമെടുത്തു. ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് ഈ അവസാന സമയത്ത് നമ്മുടെ കൂട്ടുകാര് വെറുതെയാണ്, നമ്മുടെ വീട്ടുകാര് വെറുതെയാണ്. ആരാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും വീട്ടുകാരനാണെങ്കിലും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെല്ലാം ആറടി മണ്ണിലേക്ക് കൂട്ടുവരികയില്ലല്ലോ. ആറടി മണ്ണിൽ നമ്മൾ തന്നെയാണല്ലോ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ. സ്നേഹിച്ചവരൊക്കെ ആറടി മണ്ണിലേക്ക് മണ്ണ് മാറിയിട്ടിട്ട് തിരിച്ചു പോകുന്ന ദിവസം ആരും നമ്മുടെ ചുറ്റുവട്ടത്തിണ്ടാവില്ല, ആരും നമ്മുടെ ചുറ്റുവട്ടത്തിണ്ടാവില്ല. പ്രേമം പഠിപ്പിച്ചു തന്നവരിണ്ടാവില്ല, പ്രണയം പഠിപ്പിച്ചു തന്ന മൊയ്തീനും കാഞ്ചനമാരെയും ഉണ്ടാവില്ല. മഹാനായ ശക്കീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു പറയാ, സ്നേഹിക്കുന്നവരെ ആ ഖബറിന്റെ മുകളിൽ വരെ വന്നിട്ട് തിരിച്ചു പോകുമെന്ന് എനിക്ക് ഉറപ്പായപ്പോ എന്റെ കാമുകിമാരും എന്റെ കാമുകന്മാരും ആറടി മണ്ണിൽ എനിക്ക് കൂട്ടുവരില്ലെന്ന് എനിക്ക് ഉറപ്പായപ്പോ ഞാനും ഒരാളെ പ്രേമിക്കാൻ തുടങ്ങി, ഞാനും ഒരാളെ പ്രേമിക്കാൻ തുടങ്ങി, ഞാനും ഒരാളെ പ്രണയിക്കാൻ തുടങ്ങി. ആരെയാണ് പ്രണയിച്ചത്? എല്ലാ കാമുകിമാരും കാമുകനും ആറടി മണ്ണിന്റെ മുകളിൽ വരെ ആരുണ്ടാവില്ല. അപ്പൊ ഞാനും പ്രണയിക്കാൻ തുടങ്ങി. ആരെയാണ് പ്രണയിച്ചതെന്നറിയോ? ഞാൻ എന്റെ സൽക്കർമ്മങ്ങളെ പ്രേമിക്കാൻ തുടങ്ങി. അവര് മരിച്ചാലും എന്റെ ഖബറിൽ വരുമല്ലോ, ഒറ്റക്കല്ലെന്ന് എന്നെ സാന്ത്വനിപ്പിക്കുമല്ലോ, ആരുമില്ലാത്ത ഇരുട്ടറയിൽ എനിക്ക് കൂട്ടാകുമല്ലോ. അള്ളാഹു നമുക്ക് സൽക്കർമ്മങ്ങളെ പ്രേമിക്കുക. ഏതൊക്കെയാ സൽക്കർമ്മങ്ങൾ? ഞാൻ പറഞ്ഞുതരാം. യുവാക്കളെ ചെയ്യേണ്ട സൽക്കർമ്മങ്ങളാണ് എടുക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ 10 പെൺകുട്ടികളുടെ വിവാഹം അതൊരു വലിയ സൽക്കർമ്മമാണ്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. വാരിച്ചൊരു ചെലവുണ്ടതിന് ഈ സംഘാടകരുടെ ബക്കറ്റുമായി നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും വളരെ ആത്മാർത്ഥമായി അതിനകത്തൊന്ന് സഹകരിക്കും. നല്ല ഒരു സദഖ. അൽഹംദുലില്ലാഹ് സദസ്സിൽ ദുആ കഴിയാതെ എഴുന്നേൽക്കുന്ന ദുആയാണ് പ്രധാനം. എന്റെ സദസ്സിൽ കൂടുതൽ ആളുകൾ വരുന്നതിന് അവസാനത്തെ സ്വലാത്തിന് ദുആയിക്കും. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ.
അവസാനത്തെ ദുആ ഇൻഷാ അല്ലാഹ് നാളെ കൃത്യം 8:30 മണി ചെയ്യേണ്ട സൽക്കർമ്മം ഞാൻ പറഞ്ഞുതരാം. നാളെ കൃത്യം 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ വഅദ് എല്ലാവരും 8:30 മണിക്ക് എത്തിയാൽ നമുക്ക് നാളെ കുറെ നേരം നാളെ ഹസ്രത്ത് ആയിഷ സഹോദരിയുടെ സഹധർമ്മിണി എല്ലാവരും ഒരാൾ പോലും ഒഴിവാകരുത് സദഖ ചെയ്യുക. ഈ സദസ്സിലെ ദുആ ക്യാൻസർ മാറിയവരുണ്ട്, മാരകമായ രോഗം മാറിയവരുണ്ട്, കല്യാണം കഴിഞ്ഞ 35 വർഷമായിട്ട് പോലും കിട്ടാതെ ഈ സദസ്സിലെ ദുആ കൊണ്ട് കിട്ടിയവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും നാളെ നമ്മുടെ പ്രത്യേകമായ ദുആയും സലാത്തും നടക്കുന്ന നാളെ നമ്മുടെ സമാപന ദിവസമാണ്. എല്ലാവരും ഈ സദസ്സിലേക്ക് ഒരു നല്ല സംഭാവന എല്ലാവരും കൊണ്ടുവരണം. ഞാൻ 2 സദസ്സിൽ എപ്പോഴും പറയുന്ന ഒരു സംഭാവനയാണ് 6666 രൂപ. ഇതേവരെ 40,000-ഓളം ആളുകൾ ആ സദഖ ചെയ്തിട്ടുണ്ട്. എനിക്കല്ല, പല സദസ്സിലും പല മദ്രസകൾക്കും പല പള്ളികൾക്കുമായി. ഇൻഷാ അല്ലാഹ് എല്ലാവരും കഴിയുന്നവരൊക്കെ. ഇനി വടക്കഞ്ചേരിയിൽ അധികം വന്നിട്ടില്ല, കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം ഒന്നും മംഗലോടെ അപ്പൊ അന്നൊന്ന് വന്ന് പെട്ടെന്ന് പോയി എന്നല്ലാതെ ഈ പ്രദേശത്ത് വളരെ ചുരുക്കമായിട്ട് വരും. ഇൻഷാ അല്ലാഹ് കേരളത്തിന്റെ അകത്തും പുറത്തുമുള്ള ധാരാളം ആളുകൾ പങ്കെടുത്ത ഒരു സദഖയാണ്. 6000 ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. ഇമാമുന റാസി റളിയല്ലാഹു തആല കഴിയുന്നവരെല്ലാം നാളെ 6666 രൂപ ഒരു പേപ്പറിലാക്കിയത് എഴുതണം. ഉസ്താദ് ഇന്നൊരു ആവശ്യമുണ്ട്, ദുആ ചെയ്യണം. പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു സഹോദരൻ 6666 അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നാണ് അല്ലാഹു സബലീകരിക്കുക. പ്രയാസങ്ങൾ ഏതാണോ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഇന്നിപ്പോ ഞാൻ ഒന്നും ചോദിക്കുന്നില്ല, നാളെ എല്ലാവരും വരും. കഴിയുന്നവരൊക്കെ ആയുസ്സിൽ അത് കൊടുത്തിരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ സദസ്സിലും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. രോഗമുള്ളവർ, ക്യാൻസർ ബാധിച്ചവർ, ബ്രെയിൻ ട്യൂമർ ബാധിച്ചവർ, 100 കണക്കിന് അത്ഭുതങ്ങൾ, ഹാർട്ട് അറ്റാക്ക് വന്ന് മരണത്തെ മുഖാമുഖൽ കണ്ടുപോലും ആ സദസ്സിൽ വെച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ ഓപ്പറേഷൻ നിർദ്ദേശിച്ചു. 6666 നേർച്ചയാക്കി. അൽഹംദുലില്ലാഹ് അവര് നേരെ അസുഖത്തിൽ തിരിച്ചു. എത്ര അത്ഭുതമാണ്. ഇന്ന് തനിക്ക് പിതാവുണ്ടെങ്കിൽ പ്രായബുദ്ധിയായ മകൾക്ക് ഉറക്കമില്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ കാലം മാറിക്കഴിഞ്ഞു. പാതിരാത്രി സമയമാകുമ്പോൾ പാതിരാത്രിയിലും പകലിലും തന്റെ പിതാവ് വീട്ടിലുണ്ടോ എങ്കിൽ താൻ കിടക്കുന്ന ബെഡ്റൂമിന്റെ കുച്ചിയിടാതെ കിടക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് മക്കൾ മാറിപ്പോകുമ്പോ ആ മകളെ മാനഭംഗം ചെയ്യാൻ കാത്തിരിക്കുന്നത് മറുഭാഗത്തെ കള്ള് കച്ചവടക്കാരനല്ല, നൊട്ടോറിയസ് ക്രിമിനൽ അല്ല. ആ പാവപ്പെട്ട പെൺകുടി പേടിക്കുന്നത് പാതിരാത്രി തന്റെ വീടിന്റെ ബെഡ്റൂം കുച്ചിയിടാൻ കഴിയാതെ, ഉറങ്ങാൻ കഴിയാതെ ആ പെണ്ണ് പേടിക്കുന്നത് മറുഭാഗത്ത് തനിക്ക് കാവലിരിക്കണമെന്ന് താൻ ആഗ്രഹിക്കുന്ന സ്വന്തം പിതാവിനെ ഭയന്നിട്ട്, തന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറുന്ന പിതാവിന്റെ ലൈംഗികമായ ചേട്ടകളെ ഭയന്ന് ഒരു പെൺകുഞ്ഞിന് മാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയാത്ത സ്ഥലം പോലെ നമ്മുടെ വീടുകൾ മാറിക്കഴിഞ്ഞു. ബോംബെയിലെയും ബാംഗ്ലൂരിന്റെയും ഡൽഹിയിലെയും ഇരുണ്ട രാത്രികളെ പോലെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങൾ മാറുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്താർ ആദൂർ എന്ന ഒരു കവിയുണ്ട് നമ്മുടെ ഈ നാട്ടിൽ. അദ്ദേഹം ചെറിയ 2 വരി കവിതകൾ കൊണ്ട് വലിയ സാമൂഹ്യ സന്ദേശം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിത വായിച്ചു ഞാൻ ഈ അടുത്ത സമയത്ത്. അദ്ദേഹം പറയുന്നുണ്ട്, രാത്രിയിൽ തന്റെ മാറിലേക്ക് മലർന്നു വന്ന് തന്നെ മാനഭംഗം ചെയ്യാൻ ഒരാൾ വന്നപ്പോ പാവപ്പെട്ട പെൺകുടി ഉറക്ക വിളിച്ചു, അച്ഛാ രക്ഷിക്കണേ എന്ന് പറയാൻ അവൾ അച്ഛാ എന്ന് വിളിക്കാൻ വാതുറന്നപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് തന്നെ മാനം കടക്കാൻ വരുന്നത് സ്വന്തം അച്ഛനാണ് എന്ന്. ഇനി അവൾ ആരെയാണ് രക്ഷയ്ക്ക് വേണ്ടി വിളിക്കുക? തന്നെ മാനഭംഗം ചെയ്യാൻ കഴിയുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാൻ അച്ഛ എന്ന് വിളിക്കാൻ പോയപ്പോഴാണ് ആ കുട്ടിക്ക് മനസ്സിലായത് തന്നെ ആക്രമിക്കാൻ വരുന്നത് തന്റെ അച്ഛനാണെന്ന്. ഇനി അവൾ ആരുടെ പേര് പറഞ്ഞിട്ടാണ് നിലവിളിക്കുക എന്ന കവി ചോദിക്കുന്നുണ്ട്. നമ്മുടെ കേരളമടക്കമുള്ള, ഞാൻ ഈ പറയുന്നത് ആഫ്രിക്കയുടെ കഥയല്ല, അമേരിക്കയുടെ കഥയല്ല, യൂറോപ്പിന്റെ കഥയല്ല. നമ്മുടെ കേരളമടക്കമുള്ള സ്വന്തം പിതാവ് 7 വയസ്സും 3 വയസ്സുമുള്ള 2 പെൺമക്കളെ സ്വന്തം പിതാവ് ലൈംഗികമായി പീഡിപ്പിക്കുന്നു എന്ന് ഭയന്നപ്പോൾ 7 വയസ്സും 3 വയസ്സുമുള്ള ജന്മം നൽകിയ പെൺമക്കളെ പിതാവിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴുത്തറുത്തു കൊന്ന വീട്ടമ്മയുടെ ഒരു നാട്ടിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ പ്രസംഗം നടത്തുന്നത്. നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. ഞാൻ പറയുന്നു,
പറയുന്നത് ജീവിക്കാൻ വേണ്ടി തെരുവിൽ മാംസം വിൽക്കുന്ന വേശ്യയുടെ കഥയല്ല, തെരുവിന്റെ വേശ്യയുടെ കഥയല്ല പറയുന്നത്. ഞാൻ പറയുന്നത് സ്വന്തം ഭർത്താവ് ജന്മം നൽകിയ പിതാവ് തന്റെ പെൺമക്കളെ ഉപദ്രവിക്കുന്നുണ്ടെന്ന് എന്ന് മനസ്സിലായപ്പോ 7 വയസ്സ് 3 വയസ്സ് മാത്രമുള്ള പെൺമക്കളെ കഴുത്തറുത്തു കൊല്ലേണ്ടി വന്ന ഒരു വീട്ടമ്മയുടെ നാട്ടിലാണ്, വീട്ടമ്മയുടെ രാജ്യത്താണ് ഞാൻ ഈ പ്രസംഗം നിർവഹിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ലൈംഗികത എന്ന് പറയുന്നത്, പെണ്ണ് എന്നത് പുരുഷന്റെ ശരീരത്തെയും പുരുഷന്റെ ഹൃദയത്തെയും എത്രത്തോളം വരിഞ്ഞു കെട്ടി എന്നതിന്റെ മകുടോദാഹരണങ്ങളാണ്. താൻ വളർത്തിക്കൊണ്ടുവരുന്ന പുല്ലപ്പൂ പോലെയുള്ള പെൺമക്കളെ പോലും ലൈംഗികതയുടെ കണ്ണുകളിലൂടെ കാണുന്ന ഒരു വിഭാഗം ആളുകളുടെ നാട്ടിലേക്ക് നമ്മുടെ നാട് മാറിപ്പോകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാണോ ജീവിതം? യഥാർത്ഥത്തിൽ ജീവിതം എന്നത് ഇതാണോ? മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും ആസക്തിയിൽ പെങ്ങളെ മറന്നു പോകുന്ന, സഹോദരിയെ മറന്നു പോകുന്ന, അമ്മയെ മറന്നു പോകുന്ന, മക്കളെ മറന്നു പോകുന്ന, സമൂഹത്തെ മറക്കുന്ന, ധർമ്മത്തെ മറക്കുന്ന, സത്യത്തെ മറക്കുന്ന, നീതിയെ മറക്കുന്ന, വെളിച്ചത്തെ മറക്കുന്ന നരാധമന്മാരുടെ ലോകമായി നമ്മുടെ ലോകം മാറിപ്പോകുമ്പോ ഇവിടെയൊക്കെ ഒരു ചിന്തോദീപങ്ങളായ ഉണർത്തുപാട്ടുകൾ ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ മതപ്രഭാഷണ പരമ്പരകൾ, ഈ ബോധോദയ മണ്ഡലങ്ങൾ, ഇതൊക്കെ വെറുതെ ഒരാളെ കാണിക്കാനല്ല, ദേശീയപാതയുടെ ഓരത്ത് കൂടി നിൽക്കുന്ന ആയിരങ്ങളുടെ മുമ്പിൽ അഭിസംബോധന ചെയ്ത് ഒരു ആരവത്തിന്റെ സാക്ഷ്യപത്രം വാങ്ങിക്കുവാനല്ല. ഇതൊക്കെ ഒരു ഉണർത്തുപാട്ടാണ്, ഇതൊരു തിരുത്തലാണ്. നമ്മുടെ സമൂഹത്തിൽ നാം പിന്തുടർന്നു വരുന്ന ഈ അശ്ലീലതയുടെ മെച്ചിൽപ്പുറങ്ങളിലല്ല, ഈ ആരടി മണ്ണിലേക്ക് നടന്നുപോയി അവസാനം ഏകനായ പടച്ചതമ്പുരാന്റെ മുമ്പിൽ ഏകനായി നിൽക്കുന്ന സമയത്ത് നിന്നെ മാടി വിളിക്കുന്ന സ്വർഗത്തിലേക്ക് നടന്നു പോകാനാണ് നിന്റെ ജീവിതത്തിന്റെ പരമപ്രധാനമായ പാതയെന്ന് ലോകത്തോട് പറഞ്ഞു കൊടുക്കുവാനുള്ള വെളിച്ചത്തിന്റെ ദീപശിഖ തലമുറകളിൽ ധർമ്മം കെട്ടുപോകാത്ത മനസ്സുകളോട് പകർന്നു കൊടുക്കുവാനുള്ള ഒരു ഉദ്യമമാണ് ഈ മതപ്രഭാഷണ മേഖലകൾ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഈ നന്മയുടെ കാഴ്ചപ്പാടുകളെ കുറിച്ച്. വഴിതെറ്റിപ്പോകുന്ന യുവതയോട് നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്, നിങ്ങൾ ആരായി മാറേണ്ടവരാണ് എന്ന്. ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എല്ലാം ലൈംഗികത എന്നത്, എല്ലാം ഒരു പെണ്ണ് എന്നത് തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ മാതാവിന്റെ കണ്ണുനീരിന്റെ മുമ്പിൽ, തന്നെ കെട്ടപ്പെട്ട് വളർത്തിയ തന്റെ പിതാവിന്റെ മുമ്പിൽ കല്യാണ പന്തലിൽ സ്വർണ്ണാഭരണങ്ങളുമായി ഒരുങ്ങി നിൽക്കുമ്പോ വരൻ വരുന്നതിന് 1 മണിക്കൂർ മുമ്പ് തന്റെ മാതാപിതാക്കളെയും തന്നെ സ്നേഹിച്ചവരെയും കബളിപ്പിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ച് കടന്നു കൊണ്ടുപോയി. ഇന്നലെ കോടതി വരാന്തയിൽ ഹാജരാക്കുമ്പോൾ ജന്മം നൽകിയ മാതാവിന്റെയും കട്ടപ്പെട്ട് വളർത്തിയ പിതാവും ചേർത്ത് പിടിച്ചു പൊട്ടിക്കരഞ്ഞ് തെറ്റിത്തിരുത്തി നീ തിരിച്ചു വന്നാൽ ഞങ്ങൾ നിന്നെ സംരക്ഷിക്കാമെന്ന് പറയുമ്പോ അമ്മയുടെ ഗർഭപാത്രത്തിന് ഇന്നലെ കണ്ട ചെറുപ്പക്കാരന്റെ മുഖത്തെ പുഞ്ചിരിയുടെ വിലയിട്ട് മാറുന്ന, കട്ടപ്പെട്ട് വളർത്തിയ പിതാവിന്റെ കട്ടപ്പാടിന് താൻ അനുഭവിക്കാൻ പോകുന്ന പുരുഷനോടുള്ള ജീവിതത്തിന്റെ സുഖത്തിന് വിലയിടുന്ന മക്കളുടെ പെൺമക്കളുടെ കാലമായി നമ്മുടെ കാലം മാറുമ്പോ കലികാലമേ എന്ന് വിളിക്കുവാനല്ലാതെ നമുക്ക് എന്തിനാണ് കഴിയുക? കല്യാണ പന്തലിൽ നിന്ന് ഒരുങ്ങി നിൽക്കുന്ന പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടു പോകുന്ന ചെറുപ്പക്കാരോട് ഞാനിത് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ ഭാഗമായിട്ടില്ല. ആ കല്യാണ പെണ്ണ് ഹൈന്ദവതയാകട്ടെ, ആ കല്യാണ പെണ്ണ് ക്രിസ്ത്യാനിയാകട്ടെ, ആ കല്യാണ പെണ്ണ് മുസ്ലിം ആകട്ടെ, വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കൾ തങ്ങളുടെ മകളുടെ കല്യാണം കാണാനുള്ള ആഗ്രഹത്തോടെ ഇരിക്കുമ്പോ ആ പെണ്ണിനെ കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുപോയി മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ചിതകോരിയിടുന്ന ഒരു വിഭാഗം ചെറുപ്പക്കാരോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ശാപത്തിന്റെ കണ്ണുനീരുകൾ നിങ്ങൾ എവിടെയാണ് ബാക്കിയാക്കുക? എവിടെയാണ് ഇത് അനുഭവിച്ചു തീരുക? എല്ലാം ബന്ധങ്ങൾ മറന്നു പോകുന്ന, ബന്ധങ്ങൾ ബന്ധനങ്ങളായി മാറുന്ന, കടപ്പാടുകൾ മറക്കുന്ന, കുടുംബത്തെ മറക്കുന്ന, മാതാപിതാക്കളെ മറക്കുന്ന, എല്ലാം അവനവന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് എന്ന് കരുതുന്ന ഒരു യുവതലമുറയുടെ മുമ്പിലാണ് നാം നിലനിൽക്കുന്നത്. എങ്ങനെയാണ് ഇവരോട് ഇനി? ആരൊക്കെയാണ് പ്രസംഗിക്കാത്ത ആളുകളില്ല, എഴുതാത്ത എഴുത്തുകാരില്ല, പറയാത്ത തൂലികയുമില്ല. ഇനി ഇവരോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്ന് ആളുകളുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി മാറുകയാണ്. വാത് നടക്കുന്നുണ്ടോ? ഉണ്ട്. ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടോ? ഉണ്ട്. സലാത്തിന്റെ മജ്‌ലിസ് ഉണ്ടോ? ഉണ്ട്. എഴുത്തുകളുണ്ട്, വായനകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, പ്രസംഗങ്ങളുണ്ട്, എല്ലാം അതിന്റെ വഴിക്ക് നടക്കുന്നുണ്ട്. പക്ഷെ എന്തോ അതൊന്നും ഒരു സമൂഹത്തിന്റെ മനസ്സിൽ തിരുത്തലുകളായി മാറുന്നില്ല എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഒരു പ്രഭാഷകൻ എന്ന രീതിയിൽ ആ ഒരു വിഷയത്തെ സമീപിക്കുമ്പോ എനിക്ക് പറയാനുള്ളത്, തെറ്റുകൾക്കെതിരെ നാം എത്ര വിഭാടനം നടത്തിയാലും, തെറ്റുകൾക്കെതിരെ നാം എത്ര പ്രസംഗം നടത്തിയാലും, തെറ്റുകൾക്കെതിരെ നാം എത്ര ബോധം നടത്തിയാലും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം, തെറ്റ് ചെയ്ത ആൾക്ക് താൻ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടലാണ് പരമപ്രധാനമായ ലക്ഷ്യം. അത് ബോധ്യപ്പെടാത്തിടത്തോളം കാലം, ഞാൻ ചെയ്തത് തെറ്റല്ല എന്ന് തെറ്റ് ചെയ്ത ആൾ ബോധ്യപ്പെടുന്നിടത്തോളം കാലം അവനെ പിന്നെ ഉപദേശിച്ചിട്ട് എന്താണ് കാര്യമുള്ളത്?
യഥാർത്ഥത്തിൽ അതല്ലേ പ്രശ്നം. 10 പേരെ കൊന്ന ഒരാളെ ഉപദേശിക്കാൻ പോയപ്പോ അവൻ ആ 10 പേരെ കൊന്നതിന് ന്യായം പറയുന്ന ആളാണെങ്കിൽ പിന്നെ അവനോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. ഇന്നും കഴിഞ്ഞ ദിവസം കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിൽ നിന്ന് കല്യാണ പന്തലിൽ സ്വർണം അണിഞ്ഞിരുന്ന പെണ്ണ് കാമുകന്റെ കൂടെ ഒളിച്ചുപോയി. അതിന് സൗകര്യമൊരുക്കിയത് അവളുടെ കൂട്ടുകാരികൾ. ഏതായാലും കോടതിയിൽ ഹാജരാക്കി. കോടതി നിയമപ്രകാരം പ്രായബുദ്ധിയായ ആണും പെണ്ണും. പെണ്ണ് പറഞ്ഞു, എനിക്ക് കാമുകന്റെ കൂടെ പോയാൽ മതി. കോടതി കാമുകന്റെ കൂടെ പെണ്ണിനെ വിട്ടയച്ചു. പെണ്ണിന്റെ കയ്യിൽ കിടന്ന സ്വർണ്ണാഭരണങ്ങൾ കാമുകൻ ഇന്ന് കോടതിയിൽ വെച്ച് കോടതിയിൽ പോലീസിന്റെ മുമ്പിൽ ഹാജരാക്കി. സ്വാഭാവികമായും ഒരു സംഭവം നടന്നാൽ അതിന്റെ ചർച്ച നടക്കുന്ന സോഷ്യൽ മീഡിയയിലാണ്. ഇന്നലെയും മിനിങ്ങാന്നും ഇന്നുമായി സോഷ്യൽ മീഡിയയിലെ പരമപ്രധാനമായ ചർച്ച കൊയിലാണ്ടിയിൽ വിവാഹപ്പന്തലിൽ നിന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ ഇറങ്ങിപ്പോയ ദിൽഷാന എന്ന 18 വയസ്സുകാരിയാണ്. പക്ഷേ ഇന്ന് ചർച്ച മാറി. ഇന്ന് മാതാപിതാക്കളുടെ കണ്ണുനീരിനപ്പുറം ദിൽഷാനയുടെ മാതാപിതാക്കളെ കൊണ്ടുപോയ ചെറുപ്പക്കാരന്റെ ആരുമാകട്ടെ ആ ഒരു കാലത്തിലേക്കപ്പുറം ഇന്നത്തെ നമ്മുടെ നോക്കും. എന്തിനാണ് അവരെ വെറുതെ വിട്ടുകൂടെ? അവര് പോയി ജീവിക്കട്ടെ. അവർ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഇഷ്ടപ്പെട്ട മാതാപിതാക്കളുടെ കണ്ണ് ഇന്ന് കോടതി വരാന്തയിൽ ഇന്നലെ മാതാവും പിതാവും കെട്ടിപ്പിടിച്ചു പറഞ്ഞു, മോളെ തിരിച്ചു വരും ഞങ്ങളുടെ കൂടെ. വന്നില്ല, അവൾ കാമുകന്റെ കൂടെ പോയി. ചർച്ച അവൾ മാതാവിനോടും പിതാവിനോടുള്ള സ്നേഹത്തെക്കാളേറെ തന്നെ ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരന്റെ സ്നേഹത്തിനാണ് വില കൽപ്പിച്ചത്. എന്തുകൊണ്ട് അവളെ കുറ്റപ്പെടുത്തണമെന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ച. പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? അപ്പോൾ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളുടെ ത്യാഗത്തിനപ്പുറത്തേക്ക് ഇന്നലെ കണ്ട കാമുകന്റെയും കാമുകിയുടെയും ഹൃദയത്തിന്റെ ദുഃഖത്തിന് സ്ഥാനം കൊടുക്കുന്ന ഒരു തലമുറയോട്, ഒരു ന്യൂ ജനറേഷൻ തലമുറയോട് ഏത് ഖുർആനും ഹദീസും പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുന്നത്? ഇവിടെ എന്റെ യുവാക്കളോട് ഖുർആനിലെ യുവാവ് എന്ന വിഷയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഈ വിഷയം ധാരാളം പ്രഭാഷകന്മാര് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ പരമപ്രധാനമായ ഒരു കാര്യം, ഞാൻ ചെയ്തത് പാപമാണ്, ഞാനൊരു പാപിയാണ് എന്ന് തിരിച്ചറിവ് മനസ്സിലില്ലാത്തിടത്തോളം കാലം ഒരാൾ നന്മയുടെ വക്താക്കളാവാൻ പോകുന്നില്ല. അതുകൊണ്ട് ആദ്യമായി ഒരു യുവാവിനും മാറാൻ കഴിയണമെങ്കിൽ ഖുർആനിലെ യുവത്വം എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ യുവാക്കളെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് അവർ തെറ്റുകളിലൂടെ വടക്ക് നടക്കുന്നവരാണെങ്കിൽ തെറ്റുകളുടെ വടിയിലൂടെ സഞ്ചരിക്കുന്നതാണ് യുവത്വം. ആ യുവത്വത്തിൽ തെറ്റുകളിലേക്ക് നടന്നു പോകാൻ സാധ്യതയുള്ളപ്പോഴും ആ സമയത്ത് ചെയ്തു പോയ തെറ്റുകളെ തെറ്റുകളായി മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് ശുദ്ധീകരിക്കാൻ ആഗ്രഹിക്കുന്നതാരോ അവനാണ് യഥാർത്ഥ യുവാവ് എന്ന അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അല്ലാഹു നമ്മളെ ശുദ്ധിയുള്ളവരാക്കി തരട്ടെ.